അസ്സലാമു അലൈക്കും. സൂറത്തുൽ വാക്കിയുടെ ശ്രേഷ്ഠത. സൂറത്തുൽ വാക്കിയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നൊരു സൂറത്താണ് സൂറത്തുൽ വാക്കിയ. നമ്മളെ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും അല്ലേ? ഭക്ഷണം സംബന്ധിച്ചും കയ്യിൽ 10 പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജോലിയിൽ വർക്കത്തില്ലാത്ത പ്രശ്നങ്ങളും അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്ന സമയത്ത് സൂറത്തുൽ വാക്കിയ നമ്മൾ പതിവായി ചെല്ലുന്നതോടുകൂടി നമുക്ക് എന്തായി ജോലിയിൽ ബർക്കത്ത് വരും, കയ്യിൽ 10 പൈസ കയറി വരും, വീട്ടിൽ നമുക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എത്തിപ്പെടും. എല്ലാത്തിനൊരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാനുള്ളൊരു കഴിവുണ്ട് ഈ സൂറത്തുൽ വാക്കിയ. ഒരിക്കലും നമുക്ക് ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒന്നും വരില്ല. പിന്നീട് പറയാനുള്ളത് സൂറത്തുൽ ഹഷർ. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ജീവിതത്തിലൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ഈ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സൂറത്തുൽ ഹഷർ സുബഹി നിസ്കാരത്തിന് ശേഷവും ഇശാ നിസ്കാരത്തിന് ശേഷവും പതിവായിട്ട് ചെല്ലുക. അങ്ങനെ ചെല്ലിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ 70,000 മലക്കുകൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പൊറുക്കപ്പെടാൻ വേണ്ടി ദുആ ചെയ്യും. ആ സൂറത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അത്രക്കുമുണ്ട്. അപ്പോൾ അതും മറക്കാതെ പതിവായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? സൂറത്തുൽ ഹഷർ രാവിലെയും വൈകുന്നേരം ഓടിപ്പോവാം. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ സൂറത്തുൽ മുൽക്ക്. മുൽക്കിൻ്റെ ശ്രേഷ്ഠത എന്താ? നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ പല തെറ്റുകുറ്റങ്ങളുണ്ട്. അപ്പം നമുക്കൊരു പേടിയാലേ, നമ്മൾ എന്തൊക്കെ ചെയ്തു പോയിനോ, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താവും, നമ്മൾ കബറിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അത് ചിന്തിക്കാത്തവരും ഓർക്കാത്തവരും ആരും തന്നെ ഇല്ല അല്ലേ? മരണത്തെ തന്നെ നമ്മൾ മുന്നിൽ കണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എപ്പോഴും നമുക്ക് മരണം ഉണ്ടാവാം. മരിച്ചു കഴിഞ്ഞാൽ അതിലും വലുതാ. അതെന്താവും എന്നുള്ള ആശങ്ക എല്ലാവരിലുണ്ട്. അപ്പോൾ അവിടെയുള്ള കബറിലെ അദാബിനെ കുറയ്ക്കാൻ നമുക്ക് കാവലാവുന്നൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക്ക. അത് ദിവസേന ഒരു പ്രാവശ്യമെങ്കിലും മറക്കാതെ ചൊല്ലണം. ആരും ഇത് വിട്ട് കളയരുത്. പിന്നെ പറയാനുള്ളത് സൂറത്തുൽ ഫത്തഹാണ്. സൂറത്തുൽ ഫത്തഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം. നമുക്ക് വിജയമല്ലേ വേണ്ടി? ജീവിക്കുമ്പോൾ എല്ലാത്തിലും നമ്മൾ രക്ഷപ്പെടണം അല്ലേ? എവിടെയും നമ്മൾ കഷ്ടപ്പെടാൻ പാടില്ല. എവിടെ പോയാലും നമ്മൾ വിജയിക്കണം, നമ്മളെ കാര്യങ്ങൾ നടക്കണം, എല്ലാ മുറാദുകളും ഹാസലാവണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫത്തഹ് ദിവസേന പാരായണം ചെയ്തിട്ട് നമുക്ക് എന്ത് ഹലാലായ മുറാദുകളാണോ ഉദ്ദേശം നടക്കേണ്ടതെന്ന് വെച്ചാൽ അതിനു വേണ്ടി ഇതൊരു സൂറത്ത് പതിവായിട്ട് സൂറത്തുൽ ഫത്തഹ്. എന്നിട്ട് ദുആ ചെയ്യുക അള്ളാഹുവിനോട്, എനിക്കൊരു വീടില്ലെങ്കിൽ വീടാവണേ റബ്ബേ, എനിക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കണേ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്താണോ നമുക്ക് ആഗ്രഹങ്ങൾ, നമ്മളെ മക്കൾ നന്നായി പഠിക്കാനാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മളെ ഭർത്താക്കന്മാർക്ക് ബിസിനസ്സിൽ ജോലിയിൽ നല്ല ബർക്കത്ത് കിട്ടാനാണെങ്കിൽ, അങ്ങനെ മനസ്സമാധാനം സന്തോഷം നിറഞ്ഞൊരു ജീവിതമാണെങ്കിൽ, അങ്ങനെ എന്ത് നല്ല മുറാദുകളും ഹാസലാവാൻ വേണ്ടി നടക്കാൻ, കാര്യങ്ങൾ എളുപ്പമായി വിജയിക്കാൻ വേണ്ടി നമ്മൾ സൂറത്തുൽ ഫത്തഹ് നിർബന്ധമായിട്ടും ചൊല്ലണം. അപ്പോൾ നമ്മളെല്ലാം കുറേ സൂറത്ത് നമ്മൾ ദിവസേന ഓതുന്നുണ്ടാവില്ലേ? യാസീന്, ദുഹാന്, ഫുസ്സിലത്ത്, റഹ്മാൻ, വാക്യ, അങ്ങനെയൊക്കെ. എന്നാൽ അതിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തിയേറിയ സൂറത്തുകളാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞത്. വാക്കിയ, ഹഷർ, മുൽക്ക്, അങ്ങനെയൊക്കെയുള്ള സൂറത്തുകൾ, ഫത്തഹ്. ഈ സൂറത്തുകളൊക്കെ എന്ത് ചെയ്യാം? മറക്കാതെ നമ്മളെ ജീവിതത്തിൽ പതിവായിട്ട് ചൊല്ലി മുന്നോട്ട് കൊണ്ടുപോകാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല ഹൈറായ ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ.